എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പഴം വെച്ചിട്ട് പ്ലം കേക്കിൻ്റെ രുചിയിൽ ഒരു അടിപൊളി കേക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവനും ബീറ്ററും അതുപോലെ തന്നെ മിക്സി പോലും വേണ്ട, വെറും കൈ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പഴം കൊണ്ടാണ് ഈ ഒരു പ്ലം കേക്ക് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ പ്ലം കേക്കിൻ്റെ ടേസ്റ്റിൽ അടിപൊളിയായിട്ട് പഴം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പഞ്ചസാര ഒന്ന് കരിയിച്ചെടുക്കണം. അപ്പോൾ പ്ലം കേക്ക് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് ബ്രൗൺ നിറമാക്കി എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് പഞ്ചസാര ലായനി. അപ്പോൾ ഇത് നമ്മളിനി നന്നായിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പ്ലം കേക്കിന് നല്ല കളറ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു മൈദയിലേക്ക് ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മളൊരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഒരുപാട് കൂടി പോകരുത്, 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ ജാതിക്ക, പട്ട, ഇത്രയും കൂടെ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള പൊടികളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് നമ്മളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാനില എസൻസ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പക്ഷേ വാനില എസൻസ് ഇല്ലെങ്കിലും ഈ 4 സ്പൈസ് ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതെല്ലാം കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ ആദ്യം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പട്ട പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ജാതിക്ക നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ കിട്ടുവാണെങ്കിൽ ചേർക്കണം. അപ്പോഴാണ് ഈ കേക്കിന് ആ ഒരു പ്ലം കേക്കിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതുപോലെ തന്നെ ഗ്രാമ്പൂ കുറച്ച് മാത്രം ചേർക്കുക, ഒരുപാട് ചേർത്താൽ അതിൻ്റെ ഒരു കയ്പ്പ് ചുവ വരും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊരു ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിച്ചും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴവും അതുപോലെ തന്നെ മുന്തിരിങ്ങയും കുറച്ച് പീക്കാനുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ ബദാമോ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും എടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ ഇത് താന്ന് കേക്കിൻ്റെ അടിയിൽ പോയി കിടക്കും. അപ്പോൾ അല്ലാതെ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാനിനി ഓരോ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ തന്നെ ഈ സ്പൈസസുമാണ് നല്ലൊരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് ഈ ഒരു കേക്കിന് കൊടുക്കുന്നത്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കേക്ക് കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രഷർ കുക്കർ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വിസിലും അതുപോലെ തന്നെ വാഷറും മാറ്റി വെക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് നിരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പഴയ കുക്കറൊക്കെ എടുക്കുന്നതാണ് ഈ ഒരു ഇതിന് നല്ലത്. പുതിയത് എടുത്തിട്ട് നമ്മൾ ഒരുപാട് നേരം ചൂടാക്കുമ്പോൾ അതിൽ കറുത്ത കുത്തുകൾ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അങ്ങ് മാറ്റി വെക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് കേക്ക് ടിൻ ഇതുപോലെ ഇറക്കി വെക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേറ്റിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ കേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു പാത്രവും ഈ ഉപ്പും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കുക്കർ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ പോവാണ്. അപ്പം നല്ല മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിനെയാണ് പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ കേക്കൊക്കെ മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഈ കുക്കർ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഞാനിവിടെ ചൂടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴം വെച്ചിട്ടാണ് ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത 2
റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റോബസ്റ്റ പഴം വെച്ച് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. പാളയംകോടനോ ഞാലിപ്പൂവനോ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ പഴം ഒരുപാട് അങ്ങ് മിക്സ് ചെയ്തത് കുറച്ച് ഇതുപോലെ ഒന്ന് കിടക്കണം. അപ്പോൾ മിക്സി ഒന്നും ആവശ്യമില്ല ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയാണ്, അതായത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. അപ്പോൾ അത് 2 ഇതിലേക്ക് തോടൊന്നും ഇല്ലാതെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കേക്കിലേക്ക് കുറച്ച് വാനില എസൻസ്, അതായത് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. ആ ഒരു ഫോർക്ക് വെച്ചിട്ടോ തന്നെയോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടിത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല ശക്തിയിൽ തന്നെ ഇതൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് പതപ്പിച്ച് എടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്, അതായത് സൺഫ്ലവർ ഓയിലോ മണമില്ലാത്ത ഏതെണ്ണയും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതായത് സ്പൈസും പൊടിയൊക്കെ കൂടെയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗറിൻ്റെ കാരമലൈസ്ഡ് സിറപ്പാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അവസാനമായിട്ട് നമ്മളിതിലേക്ക് ഇനി നമ്മൾ ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് ഒരുപാട് ഇട്ടങ്ങ് ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് കേക്കിൻ്റെ ടിന്നിലേക്ക് മാറ്റാം. അപ്പം ഞാനൊരു 7 ഇഞ്ചിൻ്റെ ഒരു റൗണ്ടായിട്ടുള്ള ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് എണ്ണ ഒന്ന് തടകി വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് അടിച്ചു കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ട്യൂട്ടി ഫ്രൂട്ടിയോ നട്ട്സോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ റെഡും ഗ്രീനും വെച്ചിട്ട് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചൂടായി കിടക്കുന്ന കുക്കർ തുറന്നിട്ട് നമ്മുടെ കേക്ക് ടിന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടാണ് ഈ കുക്കറുള്ളത്. അപ്പോൾ കേക്ക് ടിൻ ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം തീ കുറച്ചിട്ടിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 45 മിനിറ്റ് വേണ്ടി വന്നു ഈ ഒരു കേക്ക് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇടുന്ന തീ അനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ അളവനുസരിച്ചിട്ടും സമയം വേരി ചെയ്യാം. അപ്പം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് വരികയാണെങ്കിൽ കേക്ക് റെഡിയായി എന്നാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നിങ്ങൾ ബേക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം സൈഡൊക്കെ നല്ലതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്, മുകൾ ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ടൂത്ത് പിക്ക് ഇട്ട് നോക്കാം. ഇപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡിയായി. നമുക്കിനി ഇത് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു കേക്കിൻ്റെ സൈഡൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ട് നല്ലൊരു പ്ലം കേക്കിൻ്റെ രീതിയിലാണ് ഇപ്പോൾ ഈ കേക്ക് ഉള്ളത്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റാണ്. കൂട്ടത്തിൽ പഴത്തിൻ്റെയും കൂടെ നല്ലൊരു ടേസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഈ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ മിക്സിയോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കാണാം കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഇതിൻ്റെ
മുന്തിരിങ്ങയും ഡേറ്റ്സും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നതായിട്ടും കാണാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഡേറ്റ്സും ക്യാരറ്റും വെച്ചും ഇതിന് മുൻപ് പ്ലം കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ പ്ലം കേക്കിൻ്റെ റെസിപ്പികളും ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇന്നലെ അപ്ലോഡ് ചെയ്ത വൈനിൻ്റെ റെസിപ്പിയും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്